വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റിന് പോവുക കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ രണ്ടാളും മാത്രം ഇങ്ങനെ പുറത്ത് പോവുക, ഔട്ടിങ് പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനെയൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഒന്നിക്കിൽ മോളുണ്ടാവും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലി ഉണ്ടാവും. അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളുണ്ട്, ഇന്ന് ഫ്രൈഡേ ആണ്. സോ അവളെ നമ്മൾ സ്കൂളിൽ വിട്ടു. അപ്പോൾ പെട്ടെന്ന് എടുത്ത പ്ലാൻ എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോവാമെന്ന്. സോ ഇന്നത്തെ വീഡിയോ അതാട്ടോ, എ സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റ്. അപ്പം നമ്മൾ റെഡിയൊക്കെ ആയി ഇറങ്ങാൻ പോവുക. ഓൾറെഡി 10 o'clock ആയി. 12:30 ആകുമ്പോഴത്തേക്ക് ദൈവം എത്തും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് തിരിച്ചെത്തണം. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ഐറ്റംസ് അനിവാര്യമാണ്. മാസ്ക് പൊടിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചത് സ്റ്റൈലിനല്ല കേട്ടോ, വെളിച്ചത്ത് എൻ്റെ കണ്ണ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മോളിലെത്തി. നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മോളിൽ തന്നെയാണ് കേട്ടോ പോയത്. സ്ഥിരമായിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ അവിടെ തന്നെയാണ് പോവാറ്. നമ്മൾ എത്തുമ്പോൾ തന്നെ 10:15 ആയിരുന്നു. അപ്പോൾ 10:30 ബുഫേ അടക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം കയറിയിട്ട് എന്തൊക്കെ കിട്ടും അതൊക്കെ എടുത്തു. ഈ ഹോട്ടൽ മോളിൻ്റെ ഉള്ളിലാണെങ്കിലും ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം ഭംഗിയൊന്നും കാണാൻ നിന്നില്ല. നമ്മൾ വേഗം തന്നെ ഫുഡ് എടുക്കാൻ തുടങ്ങി. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കൻ സോസേജ് ഉണ്ടായിരുന്നു, ബോയിൽഡ് എഗ് ഉണ്ടായിരുന്നു, അവിടെ ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സാദാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്മാവ്, ഇഡ്ഡലി, ദോശ, പിന്നെ സാൻഡ്വിച്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ എന്ത് കാര്യത്തിൽ അടിപിടി ബഹളം ഉണ്ടായാലും ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒത്തൊരുമയാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രോസറി. ആക്ച്വലി ഇന്ന് നവീൻ രാത്രി ഡിന്നറാക്കി തരാമെന്ന് പറഞ്ഞു, സ്പെഗറ്റിയൊക്കെ. അപ്പോൾ സ്പെഗറ്റി പാസ്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാൻ. എപ്പോഴെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കാം. കെട്ടിയെടുത്തു. ഇന്ന് ആരുടെ വക കുക്കിംഗ്? നിന്റെ വക. ഏറ്റവും സ്പെഗറ്റി ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങളോ അത് നമുക്ക് വാങ്ങണം. വാങ്ങാം. LGന്റെ ഉണ്ടോ? എന്താ നോക്കുന്നേ? സ്പെഗറ്റി പാസ്ത എങ്ങനെ ഉണ്ടാക്കണ്ടത്? യൂട്യൂബിലാ? അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്ക്. വൈറ്റ് സോസ് മതി. മൈദ ഇല്ല കേട്ടാ, ആ സോസ് ഉണ്ടാക്കണമെങ്കിൽ മൈദ വേണം. മിൽക്കില്ല, പ്രൊസസ്ഡ് ചീസില്ല. നോക്കട്ടെ, ഇനി താഴേന്ന് വലിക്ക്. മേടിക്കുന്നുണ്ട? അവളെ കൂട്ടിയിട്ട് വരാത്തോണ്ടുള്ള സർപ്രൈസ് ഉണ്ടല്ലോ. എടുക്ക് എടുക്ക്. ഇഷ്ടായ ചെയ്യ്. ഇഷ്ടായ നോക്കേ, പറ. ഇങ്ങോട്ട് വാ നോക്കട്ടെ.